34,000-35,000 രൂപക്ക് നിങ്ങൾക്ക് ഒരു കൊടുക്കുന്ന പൈസക്ക് വെർത്തായിട്ടുള്ള ഒരു APU ബിൽഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി PC അല്ല, വെറും PC മാത്രമാണ്. ഓക്കെ, മോണിറ്ററോട് കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് എന്തായാലും ഒരു 45 വരും. ഓക്കെ, മാക്സിമം 45. ആ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു 22 ഇഞ്ച് മോണിറ്ററും അതിനോടൊപ്പം തന്നെ ഒരു ഗെയിമിംഗ് കീബോർഡ് മൗസും എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പൈസക്ക് ഏറ്റവും വെർത്തായിട്ടുള്ള ഒരു PC ആണ്. കാരണം Ryzen 5 Pro ആണ് ഇതിൽ പ്രോസസ്സർ വരുന്നത്. അപ്പോൾ അതേതാ പ്രോസസ്സർ എന്ന് ഞാൻ കാണിച്ചു തരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ബിൽഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കാണും. അപ്പോൾ നമുക്ക് പ്രോസസ്സർ ഫസ്റ്റ് ടൈം നോക്കാം. പിന്നെ മുന്നത്തെ നമ്മുടെ ബിൽഡ് വീഡിയോസൊക്കെ നമ്മുടെ PC ബിൽഡ് അതിൻ്റെ അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു. പക്ഷേ ബെഞ്ച് മാർക്കിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഇത് മുതൽ, അതായത് ഈ ഒരു ബിൽഡ് മുതൽ ഇനിയുള്ള അങ്ങോട്ടുള്ള ബിൽഡൊക്കെ ബെഞ്ച് മാർക്കിന് വളരെയധികം പ്രാധാന്യം കൊടുക്കും. അതായത് നിങ്ങൾ ആ ഒരു കൊടുക്കുന്ന പൈസക്ക് എത്രത്തോളം പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അത് ഗെയിമിങ്ങിനായാലും എഡിറ്റിങ്ങിനായാലും ഓവറോൾ യൂസിനായാലും. അപ്പോൾ നമുക്ക് ഏതായാലും പ്രോസസ്സർ ഫസ്റ്റ് ടൈം നോക്കാം. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് Ryzenൻ്റെ 5 പ്രോസസ്സറാണ്. പക്ഷേ ഇതുപോലത്തെ ബോക്സും കളർ സംഭവമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളിവിടെ എടുക്കാൻ പോകുന്ന പ്രോസസ്സർ ഒരു OEM പ്രോസസ്സറാണ്. ഓക്കെ, ഇത് Ryzen 5 Pro 4650G എന്ന് പറയുന്ന ഒരു APU ബേസ്ഡ് പ്രോസസ്സറാണ്. പ്രോസസ്സറും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇതുപോലത്തെ ഒരു ഫാനും. ഓക്കെ, AMDയുടെ സാധാ സ്റ്റോക്ക് ഫാൻ. ഇത് ബ്രാൻഡ് ന്യൂ ആണ്, അതായത് യൂസ്ഡ് ഒന്നും അല്ല, ബ്രാൻഡ് ന്യൂ ആണ്. OEM എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളൊരു ബിൽഡ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് OEM എന്താണെന്ന്. മുന്നേ ഈ OEM യൂസ് ചെയ്ത് ബിൽഡ് കൊടുത്തിട്ടുണ്ട്, കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല. കാരണം OEM എന്ന് പറയുന്ന സാധാ പോലെ ഇതുപോലത്തെ നമ്മുടെ ഈ ഒരു കളർ ബോക്സ് സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രോസസ്സറായിട്ട് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് മദർബോർഡ് Asusൻ്റെ പ്രൈം MK2 എന്ന് പറയുന്ന B450 വരുന്ന മദർബോർഡാണ്. പിന്നെ A320 മദർബോർഡൊന്നും ഇതിന് ഒപ്പിച്ച് വെക്കാൻ നിൽക്കരുത്. കാരണം ഈ ഒരു മദർബോർഡ് തന്നെ, അതായത് B450 മദർബോർഡാണ്, ഇതിൽ തന്നെ ബയോസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് റൺ ആവുള്ളൂ. കാരണം 5000 സീരീസ് എന്ന് പറയാൻ പറ്റൂല, എന്നാലും ആ ഒരു ലൈനപ്പിലാണ് വരുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല പവർ വേണം. 3000 സീരീസിൻ്റെ ആ ഒരു ഇതിലൊന്നും സപ്പോർട്ട് ആവില്ല. ബയോസ് അപ്ഡേറ്റ് ചെയ്തിട്ട് എടുക്കാവൂ. നിങ്ങൾ മദർബോർഡൊക്കെ സെപ്പറേറ്റ് വാങ്ങി ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മദർബോർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്കൊരു പ്രോസസ്സറൊക്കെ വേണം ഇത് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്യാൻ പോകുന്ന റാം D30യുടെ XPG 8GB 3200 MHz റാമാണ് ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സ്റ്റിക്ക് ആഡ് ചെയ്യുക. കാരണം APU ആയതുകൊണ്ട് ഡ്യുവൽ ചാനലാക്കി കഴിഞ്ഞാൽ നല്ല ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ ഒരു കസ്റ്റമറിന് എസ്തെറ്റിക്കിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് ക്യാബിനറ്റിലോട്ട് കുറച്ചുകൂടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് 2 റാമില്ല, ഒറ്റ റാമേ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഫ്യൂച്ചർ പ്രൂഫാണ്, പിന്നെ അപ്ഡേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ സ്റ്റോറേജ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് XPGയുടെ തന്നെ 256GB S5 ആണ് Gammix. ഇതിൽ 5 വർഷം വാറണ്ടി വരുന്നുണ്ട് കേട്ടോ. ഹീറ്റിംഗ് ഒക്കെ വരുന്നൊരു SSD ആണ്, M.NVMe ബേസ്ഡ് SSD ആണ്. അപ്പോൾ ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹാർഡ് ഡിസ്ക് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കസ്റ്റമറുടെ മുന്നത്തെ PC-യിൽ ഓൾറെഡി ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹാർഡ് ഡിസ്ക് 500 GB ആണ്. അപ്പോൾ അത് പുള്ളി ഇങ്ങോട്ട് കൊറിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ വെച്ചിട്ട് വേണം ബിൽഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് സെപ്പറേറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹാർഡ് ഡിസ്ക് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്ക് വെക്കണ്ട. കാരണം NVMe SSD എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. ആ ബൂട്ടിങ് ടൈമിൽ മാത്രമല്ല, ടോട്ടലി നല്ലൊരു പെർഫോമൻസ് ഇപ്പോൾ എക്സൽ ഓപ്പൺ ചെയ്യുമ്പോഴായാലും നമ്മുടെ ഫയൽ എക്സ്പ്ലോറർ അങ്ങനെയുള്ള ഡിഫാൾട്ട് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ഓപ്പൺ ചെയ്യുമ്പോൾ പോലും നല്ല ഒരു പെർഫോമൻസ് തരും. അപ്പോൾ ഇത് വെക്കുന്നതാണ് നല്ലത്. കാരണം ഇതിന് അത്ര വലിയ റേറ്റ് ഒന്നുമില്ല. മറ്റേതിനെ അപേക്ഷിച്ച് ഒരു സാധാ 240 GB ഇതുപോലത്തേക്കൊരു SSDനെ അപേക്ഷിച്ച് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 200, 300, 350 രൂപ ആ റേഞ്ചൊക്കെ കൂടുന്നുള്ളൂ. പിന്നെ പവർ സപ്ലൈ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ എന്നും പ്രിഫർ ചെയ്യുന്ന പോലെ തന്നെ കൂളർമാസ്റ്ററിൻ്റെ 450 വാട്ട്സ് V2 ബ്രോൺസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ ആണ്. ക്യാബിനറ്റ് ആയിട്ടില്ല. ക്യാബിനറ്റ് കുറച്ച് അത്ര ഭയങ്കര ഹെവി റേറ്റ് ഒന്നും അല്ല. എന്നാലും ഈ ഒരു 35,000 രൂപക്ക് വരുന്നൊരു ക്യാബിനറ്റ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു മാക്സിമം 3000. പക്ഷേ ഇതിന് കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 4000 സംതിങ് ആയിട്ടുണ്ട്. എല്ലാ പാർട്സും ആയിട്ടുണ്ട്. പിന്നെ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും ഈ വാറണ്ടി എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. ഇപ്പോൾ നമ്മളടുത്ത് നിന്ന് PC എടുക്കുക, നമ്മളടുത്ത് നിന്ന് പാർട്സ് എടുക്കുക, അല്ലെങ്കിൽ നമ്മളടുത്ത് നിന്ന് തന്നെ ഫുൾ ബിൽഡ് ചെയ്തവർക്ക് നമ്മൾ തന്നെയാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ലൈഫ് ടൈം സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്, സർവീസും കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് ഇത് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ട് കംപ്ലൈൻറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസും സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കും. പക്ഷേ
അപ്പോൾ നമ്മളിത് കമ്പനിയിൽ അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കമ്പനി നമുക്കൊരു ബില്ല് തരും, ഇത്ര എമൗണ്ട് ആയെന്ന് പറഞ്ഞ്. അത് നമ്മൾ കസ്റ്റമർ നിങ്ങൾക്ക് തരും, അത് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മളിന്ന് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബിൽഡ് ചെയ്യാനെന്നുണ്ടെങ്കിൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാം. പി സി കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എൻ്റെ പി സി അല്ലേ എന്ന്. പക്ഷേ ഇതല്ല, പി സി ഇത് എവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് എന്താ ഈ ഒരു മോണിറ്ററിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ചെക്ക് ചെയ്യുന്ന മോണിറ്റർ ഉണ്ട്, അത് വേറൊരു കാര്യത്തിന് വേണ്ടി മറിച്ചത് കൊണ്ട് അപ്പോൾ തൽക്കാലം ഈ ഒരു മോണിറ്ററിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, അതെൻ്റെ പേഴ്സണൽ മോണിറ്ററാണ്, പേഴ്സണൽ പി സി ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കീബോർഡിൻ്റെ കാര്യമൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. മറ്റേ കൺട്രോൾ പാനൽ പോലെ ആക്കിയിട്ടുണ്ട്, മൊത്തം 2 മൗസ് ഒക്കെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബെഞ്ച് മാർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബെഞ്ച് മാർക്ക് നിങ്ങൾക്ക് മറ്റേ സ്കോർ കാണിച്ചു തന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, സാധാരണക്കാരനെ മനസ്സിലാവില്ല. ഇപ്പോൾ അത് മനസ്സിലാവുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ സ്കോർ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ 3200Gനെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല ഒരു സ്കോർ ഡിഫറൻസ് വന്നിട്ടുണ്ട്. നമ്മൾ സിനബെഞ്ച് യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത സമയത്തും അത്യാവശ്യം നല്ല ഒരു സ്കോർ തന്നെ ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. മറ്റേ 3200Gനെയും ഈ ഒരു പ്രൈസ് റേഞ്ചിന് മറ്റുള്ള APUസിനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഒരു ഇതിനെ ഇത് കീപ്പ് ചെയ്തിട്ടുണ്ട്, സ്റ്റേബിൾ ആണ്. ഇനി നമുക്ക് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഗെയിമിൽ എത്ര FPS കിട്ടും, എഡിറ്റിങ്ങിന് ഇത് പറ്റുമോ, എത്ര ഒരു 10 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എത്ര മിനിറ്റ് കൊണ്ട് ഇത് റണ്ടർ ആവും, അതായത് പ്രീമിയർ പ്രോയിൽ 1080p 60 FPS എത്ര മിനിറ്റ് കൊണ്ട് റണ്ടർ ആവും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ തന്നെ ഞാൻ ഇത് ഈ ഒരു പി സിയുടെ ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ബയോസ് അപ്ഡേഷന്, അതുപോലെ തന്നെ ബയോസിലുള്ള മറ്റ് XMP പ്രൊഫൈൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ജസ്റ്റ് കസ്റ്റമറിന് കൊടുക്കുന്ന ലെവലിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് വേണ്ടാത്ത നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്ത കുറച്ച് ആപ്സ് ഡിലീറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വിൻഡോസ് 11 അല്ല, വിൻഡോസ് 10 ആണ്. കാരണം കുറേ ബഗ് ഉണ്ടായതുകൊണ്ട് നമ്മളിപ്പോൾ വിൻഡോസ് 10 തന്നെയാണ് പോകുന്നത്. പക്ഷേ ആ കസ്റ്റമറിന് വേണമെങ്കിൽ വിൻഡോസ് 11 പെട്ടെന്ന് തന്നെ സെറ്റിങ്സ് ചെന്ന് അപ്ഡേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ കംപ്ലീറ്റ്ലി അതിന് വിൻഡോസ് 11 ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഈ ഒരു ബെഞ്ച് മാർക്ക് തന്നെ ഞാൻ ഇതിപ്പോൾ സിംഗിൾ 8GB റാം മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 16GB ആക്കിയിട്ട് ഡ്യുവൽ ചാനൽ ഇട്ട് കഴിഞ്ഞാൽ പെർഫോമൻസ് നല്ല ഡിഫറൻസ് വരുമെന്ന്. അപ്പോൾ അത് എത്രത്തോളം ഡിഫറൻസ് വരും എന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു സ്റ്റിക്ക് കോഡ് ഇട്ടിട്ട് കാണിച്ചു തരാം എത്രത്തോളം FPS ഡിഫറൻസ് വരുന്നുണ്ട് എന്ന്. അപ്പോൾ ഇനിവേ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സിംഗിൾ ചാനൽ, അതായത് ഇപ്പോൾ ഈ കസ്റ്റമറിന് ഇപ്പോൾ അവരെടുക്കുന്ന, അതായത് അവർക്ക് കൊടുക്കുന്ന ആ ഒരു ലെവലിലുള്ള ഒരു ബെഞ്ച് മാർക്ക് ഒന്ന് നോക്കാം. ഇനിവേ ആദ്യം തന്നെ ഗെയിമിൽ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരുടെയും ഫേവറേറ്റ് ഗെയിമുകളിലൊന്നായ GTA 5. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് FPS ഇങ്ങനെ എത്ര കാണൂല്ലേ, അതിൻ്റെ ആ ഒരു സംഭവമാണ്. സോ അതവിടെ നിന്നോട്ടെ. അത് കാരണം പെർഫോമൻസ് കൂടിയോ കുറേ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്, അത്രേ ഉള്ളൂ. നമ്മൾ GTA 5 യൂസ് ചെയ്യുന്ന സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ഫുൾ സ്ക്രീൻ 1080p. ഓക്കെ, 1080pയിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ആസ്പെക്ട് റേഷ്യോ കാര്യങ്ങളൊക്കെ ഓട്ടോ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഓക്കെ, VSync ഹാഫിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഏകദേശം നോർമലിലാണ്. ഓക്കെ, 1080p നോർമൽ സെറ്റിങ്സ്. നിങ്ങൾക്ക് ഏകദേശം FPS കാണുന്നുണ്ടാവും, അത്യാവശ്യം ഇതാണ്, കുഴപ്പമില്ല. ഏകദേശം FPS നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ല ഗ്രാഫിക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ്. 30 ആവറേജ് FPS ആയിട്ട് നമുക്ക് 30 കൺസിഡർ ചെയ്യാം. കുറച്ച് നേരത്തെ ഇൻഡോറിലൊക്കെ ഒരു 36ഉം 37ഒക്കെ കയറിയായിരുന്നു, 40ക്ക് അടുത്ത് വരെ കയറിയായിരുന്നു. ഇനി നമുക്കിത് ഡ്യുവൽ ചാനൽ ഇട്ടിട്ട് എങ്ങനെയാണ് നോക്കണ്ടേ. 16 ഇട്ട് കഴിഞ്ഞാലും 2GB നമ്മുടെ IGPU, അതായത് ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കൺസ്യൂം ചെയ്യും. ഗ്രാഫിക്സ് സെറ്റിങ്സ് ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള ആ ഒരു സെയിം സെറ്റിങ്സ് തന്നെയാണ്, ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് FPS കാണുന്നുണ്ടാവും അറൗണ്ട് 38 ഒക്കെയാണ് കിട്ടുന്നത്, 37 38 ആവറേജ് ആയിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഒരു FPS ഡിഫറൻസ് ഉണ്ട്, പക്ഷേ ഇതിൽ വലിയ FPS ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ 3200 എൻ്റെ പണ്ടത്തെ PC-യിൽ ഡ്യുവൽ ചാനലാക്കിയ സമയത്ത് നല്ല ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ അത്രയൊക്കെ അങ്ങ് FPS
കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നൊന്നുമില്ല. എന്തായാലും സ്റ്റേബിളായി കിട്ടുന്നുണ്ട്. മറ്റേതിൻ്റെ പോലെ ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് അല്ല, സ്റ്റേബിളാണ്. 1080p നിങ്ങൾക്ക് അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് Forza Ryzen 4 5 അല്ല 4 എത്ര FPS ഉണ്ട് നോക്കാം. 1080pയിലാണ് ഇട്ടിട്ടുള്ളത് വീണ്ടും. ഓക്കെ, പിന്നെ വെർച്വലൈസേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. അത് ഓഫാക്കി കഴിഞ്ഞാൽ FPS കൂടും. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര FPS ഒന്ന് കാണിച്ചു തരാം. പക്ഷേ അത് ഓൺ ആക്കി കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു സ്മൂത്ത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ചിലപ്പോൾ ആ ഒരു ഷട്ടറിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ഇതുപോലെ ഫീൽ ചെയ്യില്ല. അത് ഓൺ ചെയ്തിടുന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ. ലോ ബഡ്ജറ്റ് PC ആയാലും ഹൈ ബഡ്ജറ്റ് PC ആയാലും അത് ഓൺ ആക്കി ഇടുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ മറ്റ് ഗ്രാഫിക്സ് സെറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെരി ലോയിലാണ് ഇട്ടിട്ടുള്ളത്, മീഡിയം ലോ ഈ ഒരു ലെവലിലാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, എത്ര FPS കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സൈഡിലായിട്ട് ഇത് കാണുന്നുണ്ടാവും. ഇനിയിപ്പോൾ കറക്റ്റായിട്ട് കാണുന്നില്ലെങ്കിൽ ഞാൻ ആവറേജ് FPS കാണിച്ചു തരാം. FPS നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കുക 1080p വെരി ലോ സെറ്റിങ്സിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നല്ല ഹെവി ഗ്രാഫിക്സ് ആണ്. നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല അടിപൊളി ഗ്രാഫിക്സ് ആണ് കേട്ടോ. FPS കിട്ടുന്നത് ഒരു ആവറേജ് 35, ഓക്കെ 35, 36, 38, മാക്സിമം 40 വരെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. 35-നടിയിലോട്ട് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചെറുതായിട്ടേ ഇതാവുന്നുള്ളൂ. ഓക്കെ, ഈ വള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് വരെ 30ക്ക് അടുത്തേ ആയിട്ടുള്ളൂ, ഡിപ്പായിട്ടുള്ളൂ. എന്നിട്ട് 35, 36 ആവറേജ് FPS ആയിട്ട് ഇതിൽ കിട്ടുന്നുണ്ട്, അതും 1080pയിൽ. ഗെയിം അത്യാവശ്യം നല്ല രീതിക്ക് പ്ലേയബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ശരിക്കും Forza Ryzen 4 തന്നെ നെട്ടിച്ച് കളഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് സെറ്റിങ്സ് കാണുന്നുണ്ടാവും. ഞാൻ നേരത്തെ ഇട്ടുള്ള ആ ഒരു സെയിം സെറ്റിങ്സ് ആണ്, ഒരു മാറ്റവും ഇല്ല. അഡ്വാൻസ്ഡിൻ്റെ കാര്യത്തിൽ പോയി കഴിഞ്ഞാലും വെരി ലോ മീഡിയം ആ ഒരു സെയിം സെറ്റിങ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ FPSൻ്റെ ആ ഒരു ഡിഫറൻസ് കണ്ടോ കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഏകദേശം 60 FPS കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതിൽ നിന്നൊരു ഡ്രോപ്പ് പോലും ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1080p മീഡിയം ഗ്രാഫിക്സിൽ കളിക്കാൻ പറ്റും. കാരണം 60 FPS കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സ്മൂത്ത് നോക്കിയാൽ കറക്റ്റായൊരു ഇത് കിട്ടുന്നുണ്ട്. ഭയങ്കര ഒരു സ്മൂത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 40-35 FPS ആവറേജ് കിട്ടിയതിൽ നിന്നാണ് 60യിലോട്ട് മൂവ് ആയത്. GTA 5 എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. എൻ്റെ മറ്റേതിൽ നിന്നൊക്കെ GTA 5 അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. എനിക്ക് GTA 5 ആ ഒരു ബഗ് ആയിരിക്കാം. ശരിക്കും നിങ്ങൾക്ക് ഇതിൽ തന്നെ ആ ഒരു എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. പിന്നെ മറ്റുള്ള ഗെയിമുകളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. പക്ഷെ അതൊക്കെ ട്രൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത് കൂടിപ്പോകും. സോ അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോഴാണ് ഒന്ന് ഒരു 57-ലോട്ടൊക്കെ മൂവ് ആയത്. എന്നാലും അത്യാവശ്യം നല്ല ഒരു ലെവലിൽ തന്നെ നമുക്ക് കളിക്കാൻ പറ്റും. പിന്നെ സെറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ പ്രീമിയർ പ്രോ യൂസേഴ്സ് ബേസിക്കായിട്ട് കൊടുക്കുന്ന H.264 എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റിൽ പ്രീസെറ്റ് ഹൈ ക്വാളിറ്റി 1080p HD. ഓക്കെ, ഇതൊരു 1080p 60 FPS ഫൂട്ടേജ് ആണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും 60 FPS ഫൂട്ടേജ് ആണ്. മറ്റുള്ള സെറ്റിങ്സിലൊന്നും ഞാൻ വേറെ കളിയൊന്നും കളിക്കുന്നില്ല. എനിവേ എക്സ്പോർട്ട് കൊടുത്തു നോക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് റണ്ടറായിട്ട്. കാരണം എനിക്കിപ്പോൾ കറക്റ്റ് അറിയാൻ പറ്റില്ല, നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ട് എത്ര മിനിറ്റ് കൊണ്ട് റണ്ടറായി എന്നുള്ളത്. അപ്പോൾ ഏകദേശം ഈ ഒരു 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് റണ്ടറായി തീർന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു എക്സാക്റ്റ് വാല്യൂ ആക്കി കൂട്ടരുത്, കാരണം അതൊരു സിംഗിൾ ഫൂട്ടേജ് ആണ്. ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ യഥാർത്ഥത്തിൽ ഒരു 2-3 ഫൂട്ടേജ് ഇടാനും പിന്നെ അവരുടെ ചാനലിലെ ലോഗോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളുടെ വർക്കിനെയും കാര്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഡ്യുവൽ ചാനലാക്കി നോക്കാം. അപ്പോൾ കറൻ്റ് ഞാൻ റൺ അയച്ചത് സിംഗിൾ ചാനലിലാണ് 8GB. ഇനി നമുക്ക് ഈ ഒരു 8GB ഇട്ട് നോക്കാം. ആ ഒരു സെയിം ഫയൽ ഞാൻ വീണ്ടും ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും 10 മിനിറ്റും 17 സെക്കൻഡും. ഓക്കെ, അപ്പോൾ ഇതിന് റണ്ടർ ചെയ്ത് നോക്കാം. നമുക്ക് ഫോർമാറ്റ് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം ഫോർമാറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി 1080p HD. ഓക്കെ, 60 FPS തന്നെ
എക്സ്പോർട്ട് കൊടുക്കാം. ഏകദേശം 3 മിനിറ്റ് കൊണ്ട് ഈ ഒരു റണ്ടർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് നോക്കിയാൽ നിങ്ങൾ ഒരു 5-6 മിനിറ്റിൽ നിന്ന് 3 ആയി, ഏകദേശം പകുതി ഇതായി. അപ്പോൾ ഞാൻ ഡ്യുവൽ ചാനലിനെ ഭയങ്കരമായിട്ട് എടുത്ത് പറയുന്നതല്ല, ഡ്യുവൽ ചാനൽ വെച്ചുകൊണ്ട് ഇത്രയും കുറച്ചുകൂടെ പെർഫോമൻസ് കൂടി. പിന്നെ ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് 6 കോറും 12 ത്രെഡുമാണ് വരുന്നത്. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം എൻ്റെ ഈ ഒരു PC-യിൽ പോലും 6 കോറും 6 ത്രെഡേ വരുന്നുള്ളൂ. പക്ഷേ ഇതിൽ 6 കോറും 12 ത്രെഡും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും 4650G 6 കോറും 12 ത്രെഡും. ഓക്കെ, ഇത്രത്തോളം ഇതൊക്കെ വരുമ്പോൾ ടെമ്പറേച്ചറിൻ്റെ കാര്യം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിയ ടെമ്പറേച്ചറൊന്നും വരുന്നില്ല. കാരണം നമ്മളൊരു PC കസ്റ്റമറിന് കൊടുക്കുന്നതിന് മുന്നേ അത് പിന്നെ കംപ്ലൈൻറ്റ് വരുമോ അല്ലെങ്കിൽ ഓവർ ടെമ്പറേച്ചർ ആണോ എന്നൊക്കെ എല്ലാ PC-ക്കും നമ്മൾ ഇവിടുന്ന് പോകുന്ന എല്ലാ PC-ക്കും ഞാൻ ഫോർമലായിട്ട് ചെക്ക് ചെയ്യാറുണ്ട് ഈ ഒരു ടൂൾസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഇവിടെ റെക്കോർഡഡ് ആണ്, ഐഡിയലായിട്ടുള്ള ടെമ്പറേച്ചർ തന്നെയാണ്. അപ്പോൾ ഒരു എഡിറ്ററിനും 100% റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഇത്. പിന്നെ OBS ഞാൻ കാണിച്ചിട്ടില്ല, അതായത് സ്ട്രീം ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള സംഭവമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ APU-ൽ വലുതായിട്ട് ആ ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഓക്കെ, പക്ഷേ നിങ്ങൾ ഗ്രാഫിക് കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. ഒരു 1050 Ti മിനിമം ഇട്ട് കഴിഞ്ഞാൽ GTA 5 ഒക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഷാർപ്പിയൊക്കെ കളിച്ച് റെക്കോർഡും സ്ട്രീമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1650 കാർഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് പറ്റും. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്ന് കോൾ ചെയ്താൽ മതി, നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ ഒരു സ്പെക്കാണ് ഇത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാവിടെ മോണിറ്ററും കീബോർഡ് മൗസ് എല്ലാവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 40-45 10-11 നിങ്ങൾ എക്സ്ട്രാ കണ്ടാൽ മതി. അപ്പോൾ ഇതുപോലത്തെ ബിൽഡ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ബിൽഡ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവിടേക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ കോൾ ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണ്, സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്ത് നിന്ന് എടുത്താൽ മതി. പിന്നെ നമ്മുടെ സർവീസിൻ്റെ കാര്യമൊക്കെ നമ്മളെ അടുത്ത് നിന്ന് ഓൾറെഡി ബിൽഡ് ചെയ്ത ആളുകൾക്കൊക്കെ അറിയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. എനിവേ ഈ ഒരു ബിൽഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനി ഇതുപോലത്തെ ബിൽഡ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്കുകൾ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഗ്രൂപ്പിൻ്റെ Instagram ID ഒക്കെ. ഞാൻ PC ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിലുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് കാണാം. ബൈ.